ഇംഗ്ലണ്ടിൽ ഉള്ള ഒരു തേനീച്ച കൃഷിയെക്കുറിച്ചാണ് ഞാനിവിടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ നാട്ടിൽ നിന്നും വളരെ വ്യത്യസ്തമായ ശാസ്ത്രീയമായൊരു കൃഷി രീതിയാണ് ഇവിടെ ഉള്ളത്. ശാസ്ത്രീയമായ അറിവുകളും ശാസ്ത്രീയമായ കൃഷി പാഠങ്ങളുമാണ് അതിൻ്റെ ഭാഗമായിട്ടുള്ളത്. തേനീച്ചപ്പെട്ടിയാണ് ഈ കാണുന്നത്. ഇത് പോളിസ്റ്റൈറീൻ എന്ന് പറയുന്നൊരു മെറ്റീരിയൽ കൊണ്ടുണ്ടാക്കിയതാണ് ഈ പെട്ടി. ആ രണ്ട് പെട്ടികൾ അങ്ങേ വശത്തിരിക്കുന്ന രണ്ട് തടിപ്പെട്ടികളാണ്. അതെല്ലാം നാഷണൽ സ്റ്റാൻഡേർഡ് പെട്ടികളാണ്. ആ നാഷണൽ സ്റ്റാൻഡേർഡ് പെട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പെട്ടിയുടെയും ഉൾസൈഡ് 17 ഇഞ്ച് സ്ക്വയറാണത്. 17 ഇഞ്ച് സ്ക്വയർ. ആ 17 ഇഞ്ച് സ്ക്വയറിൻ്റെ അകത്ത് നമ്മുടെ തേനീച്ചയ്ക്ക് എന്താ പറയുന്നത്, മുട്ടയിടാനായിട്ടുള്ള ബ്രൂഡ് എന്ന് പറയുന്ന ഫ്രെയിമാണ് ഈ കാണുന്നത്. ഇത് 14 ഇഞ്ച് നീളവും 8.5 ഇഞ്ച് താഴ്ചയുമാണ് ഇതിനുള്ളത്. 8.5 ഇഞ്ച്. ഇതിന് തേൻ ഉൽപ്പാദിപ്പിക്കാനായിട്ടുള്ള സൂപ്പർ എന്ന് പറയുന്നതാണ് ഈ മുകളിൽ കാണുന്ന തട്ട്. ആ മുകളിൽ കാണുന്ന തട്ടിന് വയ്ക്കുന്ന ഫ്രെയിമാണ് ഇത് സൂപ്പർ ഫ്രെയിം എന്ന് പറയുന്നത്. ഇത് 14 ഇഞ്ചും 5.5 ഇഞ്ച് നീളവുമാണ്, 5.5 ഇഞ്ച് വീതിയുമാണ് ഇതിനുള്ളത്. പിന്നെ ഈ കാണുന്നതാണ് ഫൗണ്ടേഷൻസ് പറയും. മെഴുകിൻ്റെ ഫൗണ്ടേഷനാണ് ഈ കാണുന്നത്. ഈ വരുന്ന ഫൗണ്ടേഷൻ നമ്മൾ ഈ ഫ്രെയിമിലേക്ക് അടിച്ചു കൊടുക്കുകയാണ്. ഇത് നമ്മളിങ്ങനെ സ്ലൈഡ് ചെയ്ത് വിട്ടിട്ട് ഇവിടെ ആണ് വെച്ച് വിടുവാണ്. അപ്പോൾ ഒരിക്കലും ഇതിനകത്തുനിന്ന് ഈച്ചയ്ക്ക് എളുപ്പമാണ് ഇതിനകത്ത് നേരെ വന്ന് ബാക്കി അറകളുണ്ടാക്കി തേനുണ്ടാക്കിയാലും അല്ലെങ്കിൽ മുട്ടയിട്ടാലും മാത്രം മതി. ഇതാണ് ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. രണ്ടാമത്തെ എന്ന് പറയുന്നത്, ഈ കാണുന്ന ബ്രോഡ് ബോക്സിൻ്റെ തൊട്ട് മുകളിലേക്കാണ് ഈ വെളുത്തി ഒരു നേരത്തെ പാടയുണ്ട്. അതാണ് ഈ കാണുന്ന ക്വീൻ എക്സ്പ്ലോഡർ എന്ന് പറയും. അപ്പം റാണി ഈച്ച ഒരിക്കലും അതിൻ്റെ മുകളിലോട്ട് കയറി വരില്ല. അത് താഴെ മാത്രം നിന്ന് മുട്ടയിടും. കൂടാതെ തേൻ ഉണ്ടാക്കുന്നതെല്ലാം ഈ സൂപ്പറിൽ ഈ ഫ്രെയിമുകളിലാണ്. അപ്പം ബാക്കി വർക്കർ ഈച്ചകൾക്കെല്ലാം മുകളിലോട്ട് കയറി വന്ന് ഈ പെട്ടികളിലെല്ലാം നിറച്ച് തേനാക്കാനായിട്ടാകും. റാണി എപ്പോഴും വന്ന് താഴെ അത് നിൽക്കുകയും ചെയ്യും. പിന്നെ ഒരു റാണി ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുന്നത്, അതിന് ഇത് റാണി പിടിക്കുന്ന ഒരു കേജാണ്. റാണീനെ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ റാണി മാത്രമേ ഇതിനകത്ത് നിൽക്കും. അതിന് ഇറങ്ങിപ്പോകാൻ പറ്റില്ല, പക്ഷേ ഈച്ചയ്ക്ക് ഇറങ്ങിപ്പോകാം. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഓരോ വർഷം നമ്മൾ റാണി ഉണ്ടാകുമ്പോൾ ഓരോ കളറുകൾ നമ്മൾ മാർക്ക് ചെയ്യും. ഓരോ റാണിയും പിടിച്ചിട്ട് നമ്മൾ ഈച്ചയെ ഇതിലേക്ക് പിടിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇതിന് മുകളിൽ കൂടെ വന്നിട്ട് അതിനെ മാർക്ക് ചെയ്യും. ഈ വർഷം ഗ്രീനാണ് ഒരു റാണിയുടെ കളർ. അത് ദേശീയ തലത്തിൽ ഗ്രീനാണ്. UK എല്ലായിടത്തും ഗ്രീനാണ്. അപ്പോൾ ഏത് വർഷത്തെ റാണിയാണ്, അതിന് എത്രമാത്രം പ്രായമുണ്ട് എന്നറിയുന്നത് നമ്മൾ ഈ മാർക്ക് കൊണ്ടാണ്. ഒരു റാണിയെ കാണുമ്പോൾ അറിയാം അത് വെള്ള റാണിയാണോ, മഞ്ഞ റാണിയാണോ, പച്ച റാണിയാണോ. അതാണ് ഒരു റാണിയുടെ ആയുസ് എന്ന് പറയുന്നത് 5 വർഷമാണ്. ഈ കളർ നോക്കിയിട്ടാണ് നമ്മൾ അതിൻ്റെ പ്രായം നിശ്ചയിക്കുന്നത്. പിന്നെ ഈച്ചയുടെ നാച്ചുറൽ റീപ്രൊഡക്ഷനാണ് സ്വാമിങ് എന്ന് പറയുന്നത്. അത് ഈ സീസൺ ആകുമ്പോഴത്തേനും അത് വേറെ ക്വീൻ സെൽസ് അതിൻ്റെ വർക്കർ ഈച്ചകൾ ഉണ്ടാക്കുകയും ആ വർക്കർ ഈച്ചകൾ ഉണ്ടാക്കുന്ന ക്വീൻ സെല്ല് അത് ക്യാപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേനും 9ാമത്തെ ദിവസം അത് ക്യാപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇതിൽ നിലവിലുള്ള റാണി പറന്ന് പകുതി ഈച്ചയുമായിട്ട് പോകും. അതിന് സ്വാമിങ് എന്നാണ് പറയുന്നത്. അത് വരാതിരിക്കാനായിട്ടാണ് നമ്മൾ ഈച്ച സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഈ കാണുന്ന ന്യൂക്ക് ബോക്സസ് ആണ്. ഈ കാണുന്ന ന്യൂക്ക് ബോക്സ്, അതിൽ 6 ബ്രൂഡ് ഫ്രെയിംസ് നമുക്ക് വയ്ക്കാം. അപ്പം നിലവിലുള്ള റാണിയെയോ അല്ലെങ്കിൽ ക്യാപ്പ് ചെയ്ത റാണി മുട്ടയും ഇങ്ങോട്ട് എടുത്ത് വെച്ച് കുറേ റാണി ഈച്ചയും കൂടെ കുറേ വർക്കേഴ്സ് ഈച്ചയും കൂടെ നമ്മളിങ്ങോട്ട് കയറ്റി വിടുന്നു. അങ്ങനെ അതിന് നമ്മൾ തീറ്റ കൊടുത്ത് അതൊരു കോളനി സ്ട്രെങ്തനായി കഴിയുമ്പോൾ അതിനെ എടുത്ത് നമ്മൾ ഈ പെട്ടിയിലോട്ട് മാറ്റുന്നു. അങ്ങനെ നമ്മൾ പെട്ടിയിലോട്ട് മാറ്റി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഒരു 2 ആഴ്ച 3 ആഴ്ച നമ്മൾ ഫീഡ് ചെയ്യും. കാരണം വെച്ചാൽ അത് ഡെവലപ്പിംഗ് സ്റ്റേജാണ്. അത് ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അടുത്ത സൂപ്പർ വെച്ച് കൊടുക്കും. സൂപ്പർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിലത്തെ തട്ട് വെച്ച് കൊടുക്കും. കാരണം അതിന് തേൻ ഉണ്ടാക്കാനായിട്ട്. അത് നിറഞ്ഞു കഴിയുമ്പോൾ അടുത്ത തട്ട് വെച്ച് കൊടുക്കും. അങ്ങനെ വെച്ച് കൊടുത്തുണ്ടാക്കുന്ന തേൻ എടുത്ത് ആകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരിക്കലും വിൽക്കാനുള്ള തേനിന് അല്ലെങ്കിൽ നമുക്ക് തേൻ ആവശ്യത്തിനുള്ളതിന് നമുക്ക് തീറ്റ കൊടുത്തിട്ടുള്ള തേൻ നമുക്ക് എടുക്കാനാവില്ല. എപ്പോഴും അത് നാച്ചുറൽ ഫോറേജിങ് എന്ന് പറയും. പ്രകൃതിയിൽ നിന്ന് പോയി അതിൻ്റെ തേൻ കണങ്ങളും അതിൻ്റെ പൂമ്പൊടിയും എല്ലാം എടുത്തുകൊണ്ട് വന്ന് ശേഖരിച്ച് അതിനെ തേനാക്കി ആ തേൻ അറകൾ കംപ്ലീറ്റ് സീല് ചെയ്യുമ്പോഴാണ് അതിൻ്റെ വാട്ടർ കണ്ടൻറ്റ് 20% 21% മാറുകയും ആ സീല് ചെയ്ത തേൻ മാത്രമാണ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. സീല് ചെയ്യാത്ത തേനിനെ ഇവിടെ നെക്ടർ എന്നാണ് പറയുന്നത്, തേനെന്ന് പറയില്ല. നമ്മുടെ നാട്ടിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, തലേ ദിവസം തീറ്റ കൊടുത്തു, അത് നിറച്ച് വെച്ചു, പിറ്റേ ദിവസം അത് എടുത്തു കറക്കി നമ്മൾ അതിനെ എന്നിട്ടും പിടിക്കും നമ്മൾ എന്താ പറയുന്നത് നമ്മുടെ നാടൻ തേനെന്ന്. ഇവിടെ അങ്ങനെ പറ്റില്ല. ഇവിടെ വളരെ സ്ട്രിക്റ്റാണ്. അത് ക്യാപ്പ് ചെയ്ത തേനീച്ച മാത്രമാണ് നമുക്ക്
തേനായിട്ട് എടുക്കാൻ പറ്റുള്ളൂ, അല്ലാത്തതിനെ നമുക്ക് തേനായിട്ട് എടുക്കാൻ പറ്റത്തില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. രണ്ട് കാര്യങ്ങൾ: ഒന്ന്, അത് പ്രകൃതിയിൽ പോയി അതിൻ്റെ വിഭവങ്ങൾ ശേഖരിച്ച് വന്ന് തേനുണ്ടാക്കണം. ആ ഉണ്ടാക്കുന്ന തേൻ്റെ വാട്ടർ കണ്ടൻറ്റ് കളഞ്ഞ് അത് എല്ലാ രീതിയിലും സീല് ചെയ്ത് കഴിയുമ്പോൾ മാത്രമാണ് നമ്മൾ ആ തേനെടുക്കുകയുള്ളൂ. തേനെടുത്ത് കഴിഞ്ഞാലും നമ്മളതിനെ എക്സ്ട്രാക്റ്റ് ചെയ്തതിന് ശേഷം, ഈ ഇരിക്കുന്നതെല്ലാം എക്സ്ട്രാക്റ്റ് ചെയ്തതിന് ശേഷമുള്ള ഫ്രെയിംസാണ്. ഞാനിതിപ്പോൾ തിരിച്ചു വെക്കാനായിട്ട് പോവുകയാണ്. അതെല്ലാം എക്സ്ട്രാക്റ്റഡ് ഫ്രെയിംസാണ്. അപ്പം എല്ലാത്തിനും ഞാൻ എടുത്ത് ഞാൻ എക്സ്ട്രാക്ഷൻ ചെയ്തത് കാണിക്കാം നിങ്ങളെ. അത് വേറെ കാണിക്കാം. പക്ഷേ അതുവരെയുള്ളത് ഇത്രയുമാണ് ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനായിട്ടുള്ളത്. ഒത്തിരി നല്ല കാര്യങ്ങളാണ്, പ്രകൃതിക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇത്. പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ഓർമ്മയാണ് തേനീച്ച എന്ന് പറയുന്നത്. അതിനുപരിയായിട്ട് നമുക്ക് നല്ലൊരു എൻ്റർടൈൻമെൻറ്റുമാണ്. അതിൻ്റെ എന്താ പറയുന്നത്, എല്ലാ ആഴ്ചയിലും നമ്മൾ നോക്കണം. പ്രത്യേകിച്ച് ഈ നല്ല വെയിലുള്ളപ്പോൾ അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്ന സമയത്ത് ഒരു കോളനിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാണി ഈച്ചയുണ്ട്. റാണിയാണ് മെയിനായിട്ട് മുട്ടയിടുന്നത്. ആ റാണി തന്നെയാണ് വർക്കേഴ്സിനെ ഉണ്ടാക്കുന്നത്. ഇനി ഒരു കോളനിയിൽ എന്താ പറയുന്നത്, ഓരോ ഈച്ചയ്ക്കും അതിൻ്റെ ഡിവിഷൻ ഓഫ് ലേബർ ഉണ്ട്, ജോലി വിഭജിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു റാണി നല്ല ഒരു സീസണിൽ 1200 മുട്ടയിടും. 1200 മുട്ടയിടുമ്പോൾ അത് 6 ആഴ്ചയാണ് അതിൻ്റെ ആയുസ് എന്ന് പറയുന്നത്. ആ 1200 ഈച്ച ഒരു ദിവസം അതിനകത്ത് ചാകും, ഒരു കോളനിയിൽ ചാകും. ആ ചാകുന്ന ഈച്ചയെ എടുത്തു മാറ്റാനായിട്ട് മോച്ചുറി ബീസ് എന്ന് പറയുന്ന ഒരു വിഭാഗം ഈച്ചകളുണ്ട്. പിന്നെ വേറൊരു വിഭാഗം വർക്കേഴ്സ്, അവർ പുറത്ത് പോയിട്ട് തേൻ ശേഖരിച്ച് വരുന്നു, പൂമ്പൊടി ശേഖരിച്ച് വരുന്നു, തേനാക്കുന്നു. മറ്റൊരു വിഭാഗമാണ് നേഴ്സറി ബീസ് എന്ന് പറയും. കുഞ്ഞുങ്ങളുണ്ടായി വരുന്ന, മുട്ട വിരിഞ്ഞുന്ന കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്ന ഒരു വിഭാഗമാണ് നേഴ്സറി ബീസ് എന്ന് പറയുന്നത്. അങ്ങനെ എന്താ പറയുക, നമുക്ക് ഒത്തിരി ഇൻട്രസ്റ്റിംഗ് ആണ് ഒരു തേനീച്ച കോളനിയെക്കുറിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഒത്തിരി നമുക്ക് പഠിക്കാനുണ്ട്. ഇവിടെ തേനീച്ച കൃഷിയിൽ ഏറ്റവും പ്രധാനമാണ് ഈ പറയപ്പെടുന്ന ബീ സ്യൂട്ട് എന്ന് പറയുന്നത്. എന്താ പറയുന്നത്, ഇത് നമ്മുടെ അടി മുതൽ മുടി വരെ നമ്മൾ മൂടിയിരിക്കുകയാണ്. ഒരു തേനീച്ച കൊത്തിയാലൊന്നും ഇതിൻ്റെ അകത്തോടെ നമുക്ക് കയറില്ല. പിന്നെ നല്ല ഗ്ലൗസും. ഈ ബീ സ്യൂട്ട് നമ്മൾ ഇവിടെ നിന്ന് തൊട്ട് ഇവിടം വരെ നമ്മളിങ്ങനെ സിബിട്ട് ഇത് സീല് ചെയ്യുവാണ്. സീല് ചെയ്തതിന് ശേഷം നമ്മൾ ഹുഡ് തല മൂടി 2 വശത്തുനിന്നും അതിൻ്റെ നമ്മൾ ലോക്ക് ചെയ്യുന്നു. ഫ്രണ്ടിലോട്ട് ലോക്ക് ചെയ്ത് നമ്മൾ കംപ്ലീറ്റ്ലി നമ്മൾ സേഫ് ആവുന്നു. ഒരിക്കൽ പോലും വിരീച്ചയ്ക്ക് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് കയറി വന്ന് നമ്മൾ ഉപദ്രവിക്കാനാവില്ല. ഇതാണ് ഈ ബീ സ്യൂട്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇത് നമ്മളിങ്ങനെ അടുപ്പിച്ചു, അത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മൾ വെൽക്രോ ഉണ്ട്, വെൽക്രോയിൽ നമ്മൾ ഒട്ടിച്ച് വെക്കുന്നു. ഞാൻ എപ്പോഴും ചിന്തിക്കാറില്ല, ഞാനൊക്കെ നാട്ടിലുള്ളപ്പോൾ തേനീച്ച കൃഷി ചെയ്യുമ്പോൾ ഒരിക്കലും ഇങ്ങനെയൊരു സ്യൂട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനെയൊരു സ്യൂട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ആദിവാസികൾക്കും സാധാ കർഷകർക്കും എത്രയോ എളുപ്പമായിരുന്നു. പ്രത്യേകിച്ച് കാട്ടിനുള്ളിൽ പോയി തേൻ ശേഖരിക്കുന്ന ആദിവാസികളെ സംബന്ധിച്ച് എനിക്കറിയില്ല ഇപ്പോൾ അവിടെ ഉണ്ടോ എന്ന്. പക്ഷേ ഞാനുള്ള കാലഘട്ടത്തിൽ, ഞാൻ 2001 ഇംഗ്ലണ്ടിലോട്ട് കുടിയേറിയതാണ്. അന്നൊന്നും ഞാനിത് കണ്ടിട്ടില്ല. ഇങ്ങനെയൊരു സംഭവം നമ്മുടെ കൃഷിക്കാർക്കും നമ്മുടെ ആദിവാസികൾക്കും ഒക്കെ കിട്ടട്ടെ എന്ന് ഞാനിങ്ങനെ ആശംസിക്കുകയാണ്. നമ്മൾ അടുത്ത എന്താ പറയുക, ഇതിൻ്റെ അകത്തെ റാണിയെയാണ് നമ്മൾ തിരിച്ച് ഈ കുഞ്ഞു കൂട്ടിലോട്ട് വച്ചിരിക്കുന്നത്. അത് സ്വാം ചെയ്യാറായിരുന്നു. പക്ഷേ ഇതിൻ്റെ അകത്ത് ക്വീൻ സെല്ലുണ്ട്. ആ ക്വീൻ സെല്ല് ഇറങ്ങിയെന്ന് നോക്കാനായിട്ടാണ് ഞാനിപ്പോൾ ശ്രമിക്കുന്നത്. ക്വീൻ സെല്ല് ഇറങ്ങിയില്ലെങ്കിൽ നമ്മളതിൻ്റെ സൂപ്പ് വെച്ച് കൊടുത്തിട്ട് നമ്മളിപ്പോൾ തന്നെ മാറും. നമ്മൾ 11 ഫ്രെയിമാണ് ഓരോ പെട്ടിയിലുള്ളത്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ഓർണോടെ വയ്ക്കാം. നമ്മളിങ്ങനെ അടുപ്പിച്ച് വെച്ചിട്ട് ഇവിടെ നമ്മൾ ഓർണോടെ വെക്കുകയും. ഓക്കെ, ഞാൻ ആദ്യം പറഞ്ഞ ക്വീൻ എക്സ്പ്ലോറാണ് ഈ കാണുന്നത്. ഇതിന് മുകളിലോട്ട് ഈച്ചയ്ക്ക് കയറി വരാം, ക്വീനിന് ഒരിക്കലും കയറി വരാൻ പറ്റത്തില്ല. കാരണം ക്വീനിൻ്റെ സൈസിനനുസരിച്ചിട്ടാണ് ഈ സാധനം ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, നമ്മൾ മുട്ട വെച്ചിരിക്കുന്നതിന് നമ്മൾ ഡേറ്റ് ഇട്ടിട്ടുണ്ട്, നമ്മൾ എന്നാണ് ആ ക്വീൻസിൽ വെച്ചിരിക്കുന്നത് എന്ന്. ഇതാണ് നമ്മൾ വെച്ചിരിക്കുന്ന ക്വീൻസിൽ 17-ാം തീയതിയാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ക്വീൻ ഇറങ്ങി വന്ന് നോക്കാനായിട്ട് മാത്രമായിട്ടാണ് ഞാൻ ഇത് നോക്കുന്നത്, വേറെ ഒന്നും ചെയ്യുന്നില്ല. ചിലപ്പോൾ ചില ക്വീൻ എന്താ പറയുക ഇറങ്ങാതെയും വരാം. നമ്മൾ പകരം ഞാൻ മറ്റൊരു ക്വീൻ സെല്ലും കൂടി ഇതിനകത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ ദിവസം 25-ാം തീയതി കൊണ്ടുവന്ന് ഒരു ക്വീൻ സെല്ലും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്ന ക്വീൻ ഇറങ്ങിയാൽ നമ്മൾ പിന്നെ ഒന്നും ചെയ്യുന്നില്ല, അങ്ങനെ തന്നെ അത് പോകും.
ക്വീൻ ഇറങ്ങിയിട്ടില്ല. ഇത് ഈ കാണുന്നതാണ് എൻ്റെ ക്വീൻസിൽ എന്ന് പറയുന്നത്. ഇവിടെ ഈ തടിയോട് ചേർന്നത് കാണിച്ചു തരാം. ഈ കാണുന്നതാണ് എൻ്റെ ക്വീൻ ഇരിക്കുന്നത്, ക്വീൻസിലിരിക്കുന്നത് കാണാമോ? അതിറങ്ങിയിട്ടില്ല, ഇറങ്ങാറാകുന്നു. നമ്മളതിനെ ഇറങ്ങിയോ ഇല്ലെന്ന് നമ്മൾ ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. കാരണം അതിറങ്ങിയാൽ ഈ ക്വീൻകപ്പം മാറ്റണം. ഞാൻ വേറെ ഒരു ക്വീൻകപ്പം കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു എന്താ പറയുന്നത്, നമുക്ക് എപ്പോഴും ഇതിൻ്റെ കല്ല് അതിന് പാരലായിട്ട് വരണം. അതാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഇതിൻ്റെ തട്ടെടുത്ത് വെക്കുകയാണ്. ഇത് നിറച്ച് തേനാണ്, എനിക്ക് പൊക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള തേനുണ്ട്. ഒരു ഫ്രെയിമും കൂടെ വെക്കണം. ഇതാണ് ആ ടൂളിൻ്റെ ഇതെന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ വെഡ്ജ് ചെയ്ത് ഓരോന്ന് മാറ്റി വയ്ക്കുന്നത്. ഇനി ഒരു തട്ട് കൂടെ നമ്മൾ വെക്കുന്നുണ്ട്. തേനെടുത്തതിന് ശേഷം തിരിച്ചു വയ്ക്കുന്നതാണ്. ഇതിപ്പോൾ ഞാൻ എടുത്തിട്ട് തിരിച്ചു വയ്ക്കുന്ന തട്ടാണ്. നമ്മൾ സ്പേസ് കൊടുത്താൽ അവിടെ അത് പണിത് ഇതാവും. അതുകൊണ്ട് നമ്മൾ ഒരു തട്ടും കൂടെ വെച്ച് കൊടുക്കുകയാണ് കറക്റ്റായിട്ട്. അപ്പം പിന്നെ ഈ ഫ്രെയിമിനൊരു പ്രത്യേകതയുണ്ട്, ഞാനത് പറയാൻ മറന്നുപോയി. ഇത് ഹോഫ്മാൻ ഫ്രെയിം എന്ന് പറയും. ഹോഫ്മാൻ ഫ്രെയിം എപ്പോഴും സെൽഫ് സ്പേസിങ് ആണ്. ഇത് ഒരെണ്ണത്തിൻ്റെ അങ്ങേവശത്തുള്ള ഗ്യാപ്പാണ് ഈ കാണുന്നത്. ഓക്കെ, ഇതാണ് ഹോഫ്മാൻ ഫ്രെയിം. നമ്മൾ തേൻ എടുത്തു വെച്ചിരിക്കുന്ന റാഗലുകളാണ് ഈ കാണുന്നത്, അല്ലെങ്കിൽ അട. ഓക്കെ, ഫ്രെയിംസ്, സൂപ്പർ ഫ്രെയിംസ് എന്ന് പറയുന്നത്. ഇതാണ് തേൻ നിറച്ചിരിക്കുന്ന ഒരു അറ എന്ന് പറയുന്നത്. ഇത് മുഴുവൻ കട്ടിത്തേനാണ്. ഇതൊരു 4 കിലോയോളം വരും ഇതിന്റെ ഒരു വെയിറ്റ് എന്ന് പറയുന്നത്. ഈച്ച തേൻ നിറച്ചതിന് ശേഷം അതിന്റെ വാട്ടർ കണ്ടന്റ് ഇല്ലാതാക്കി അത് വീശി വാട്ടർ കണ്ടന്റ് 20 to 21% ആക്കി കഴിയുമ്പോഴാണ് ഇത് സീൽ ചെയ്യുന്നത്. അങ്ങനെ നാച്ചുറൽ പ്രോസസ്സിൽ സീൽ ചെയ്ത് അത് സ്റ്റോർ ചെയ്യുന്ന തേൻ മാത്രമാണ് നമ്മൾ എടുക്കുക. ഫുള്ളി സീൽഡ് തേൻ മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. നമ്മുടെ നാട്ടിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീൽ ചെയ്യാതെ അത് നിറയ്ക്കുന്നു, നമ്മൾ എടുക്കുന്നു. ഇത് ആ ഒരു പ്രോസസ് അല്ല. നമ്മളിത് കംപ്ലീറ്റ്ലി സീൽ ചെയ്ത ഒരു പ്രോസസ്സാണ് ഈ കാണുന്നത്. ഈ ഇരിക്കുന്ന എല്ലാ ഫ്രെയിമുകളും അങ്ങനെയുള്ള കംപ്ലീറ്റ്ലി സീൽഡാണ്. ഇത് മാത്രമേ നമ്മൾ എടുക്കുള്ളൂ. സീൽ ചെയ്യാത്ത ഒരു ഫ്രെയിം നമ്മൾ എടുക്കില്ല. ഇനി നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യാൻ പോവാണ്. എക്സ്ട്രാക്ട് ചെയ്യുന്ന പ്രോസസ്സാണ് ഈ കാണുന്നത്. അതിന്റെ സീല് നമ്മൾ കട്ട് ചെയ്യും. ഒരു കാർവിംഗ് നൈഫിനെ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ സ്പിന്നറിൽ വെച്ചിട്ട് നമ്മൾ സ്പിൻ ചെയ്യുന്നത്. എത്ര മനോഹരമാണല്ലോ, ഫുള്ളി സീൽഡ് ആയിട്ടുള്ള മനോഹരമായിട്ടുള്ള തേൻ. അതുകൊണ്ടാണ് ഈ തേനിന് കട്ടി കൂടുന്നതും കൊഴുപ്പ് കൂടുന്നതും. നമ്മുടെ നാട്ടില് ചെറുതേനിന്റെ അതേ കട്ടിയിലാണ് ഈ തേൻ വരുന്നത്. കാരണം വാട്ടർ കണ്ടന്റ് ഒട്ടുമില്ല, വളരെ നല്ല ശുദ്ധമായ തേൻ. അതിന്റെ കളറും ടെക്സ്ചറും എല്ലാം മാറുന്നത് അതിന്റെ വാട്ടർ കണ്ടന്റ് ഇല്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് അത് കേടുകൂടാതിരിക്കുന്നത്. ഓക്കെ, നമ്മള് സീല് കട്ട് ചെയ്ത ഫ്രെയിംസ് ആണ് ഈ കാണുന്നത്. ഇത് മുഴുവൻ തേനാണ്. ഇതാണ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യാൻ പോകുന്നത്. ഇതാണോ തേൻ ഇരിക്കുന്നുണ്ടോ, 2 വശത്തും നിറഞ്ഞു. അതിന് നമ്മൾ സ്പിന്നറിലോട്ട് മുക്കുകയാണ്. സ്പിന്നറിൽ നമ്മൾ ഇറക്കി വെക്കുന്നു. ഇതിൽ 2 ഫ്രെയിം നമുക്ക് ഒരു സമയത്ത് വെക്കാം. 2 വശത്തുനിന്നും പല വലിപ്പത്തിലുള്ള സ്പിന്നറുകളുണ്ട്. 4 ഫ്രെയിമിന്റെ ഉണ്ട്, 8 ഫ്രെയിമിന്റെ ഉണ്ട്. അത് ഇൻഡസ്ട്രിയൽ ടൈപ്പുള്ള ഫ്രെയിമുകളും ഉണ്ട്. നമ്മളിത് ഇതിലോട്ട് വെച്ചിട്ട് സ്വിച്ച് ഓൺ ചെയ്യുന്നു. ഇലക്ട്രിക് ആണ്. അപ്പൊ അതൊക്കെ സ്പീഡ് കൂട്ടി മുമ്പോട്ട് പോകുന്നു. ഓക്കെ,
ഫിസിക്സിൽ നമ്മൾ പഠിക്കുന്ന സെൻട്രിഫ്യൂജ് ആൻഡ് സെൻട്രിപീറ്റ്. ഇത് വർക്ക് ചെയ്യുന്ന സെൻട്രിപീറ്റിലാണ്. സെൻട്രിഫ്യൂജിൽ സെൻട്രലോട്ട് വരുന്നു, ഇത് സെൻട്രിപീറ്റ് ആണ്. അതായത് നോക്കിക്കും, ഇതെല്ലാം കൂടെ സ്പിൻ ചെയ്ത് പുറത്തോട്ട് വന്ന് മെഷീനിൻ്റെ രണ്ട് വശങ്ങളിലും എല്ലാ വശങ്ങളിലും തട്ടി അവിടുന്ന് ഡ്രെയിൻ ചെയ്ത് താഴോട്ട് പോകുന്നു. ആ താഴോട്ട് പോകുന്ന തേൻ ഇവിടെ വന്ന് കളക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ട്രിപ്പിൾ ഫിൽറ്റർ ചെയ്ത് കണ്ടെയ്നറിലോട്ട് മാറ്റിയതിന് ശേഷം നമ്മൾ ചെറിയ ചെറിയ ബോട്ടിലിലോട്ട് നിറയ്ക്കുന്നു. ട്രിപ്പിൾ ഫിൽട്രേഷൻ ഞാൻ കാണിച്ചു തരാം. ഇതിപ്പം ഞാൻ എല്ലാം കഴിഞ്ഞതാണ്, പുതിയ ബാച്ച് വെക്കുന്നതേ ഉള്ളൂ. അത് കഴിയുമ്പോൾ ഞാൻ അടുത്ത് കാണിച്ചു തരാം. ട്രിപ്പിൾ ഫിൽറ്റർ ചെയ്ത് ഹണി എക്സ്ട്രാക്ട് ചെയ്യുന്ന ഭാഗമാണ് പോട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട്. ഇതിൽ കളക്ട് ചെയ്തിരിക്കുന്ന നിങ്ങൾക്ക് കാണാം, നമ്മൾ സ്പിൻ ചെയ്ത് കളക്ട് ചെയ്തിരിക്കുന്ന ഹണി താഴെ ടാപ്പിൽ കൂടെ വന്ന് ഈ ഫിൽറ്റർ കൂടെ വരുന്നു. ഇത് ഒരു സ്ട്രെയിനറാണ്, അതിൻ്റെ അടിയിൽ വേറെ സ്ട്രെയിനറും കൂടെ ഉണ്ട്. അങ്ങനെ 2-3 പ്രാവശ്യമായിട്ട് അരിച്ച് അതിൻ്റെ എല്ലാ മൈന്യൂട്ട് പാർട്ടിക്കിൾസും മാറ്റി താഴെ ബക്കറ്റിലോട്ട് ഹണി വരുന്നു. അതിനുശേഷം ഈ ടാപ്പിൽ കൂടെ നമ്മളതിനെ പോട്ട് ചെയ്യുന്നു. അതാണ് പ്രോസസ്സ്.